അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സദാ വർഷിപ്പുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ അൻകബത്തിലൂടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഉചിതമായ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൂറ അൻകബൂത്ത് 64 ആയത്ത്, വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹ്വൻ വലഅബുൻ വ ഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹൈവാൻ ലൗ കാനൂ യഅലമൂൻ. ഈ ലോകത്തുള്ള ജീവിതം കളിയും തമാശയുമാണ്. പരലോകത്താണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുക. ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ദിവസവും മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നു, വിചാരണ ദിവസത്തിൻ്റെ ഉടമ. എങ്കിൽ നമ്മൾക്ക് ഖബർ ശിക്ഷ ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ വിചാരണ ചെയ്യാതെയല്ലേ ശിക്ഷിക്കുന്നത് എന്ന്. ഇങ്ങനെ ഒരുപാട് സംശയങ്ങളും ഒരുപാട് കമൻസുകളും സോഷ്യൽ മീഡിയ വഴിയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അറിവില്ലായ്മയാണ്. ചില ആളുകൾ പറയും അവർ ഖുർആൻ മാത്രമേ എടുക്കൂ, അവർ ഹദീസ് എടുക്കില്ല. ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തുണ്ടായിരുന്ന സംഭവങ്ങളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു കൊടുത്ത കാര്യങ്ങളാണ്. നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് 17 പ്രാവശ്യം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് നീ എന്നെ നയിക്കണമേ എന്ന്. കാരണം അള്ളാഹു പറയുകയാണ്, നിനക്ക് കാണാൻ കഴിയാത്ത, നിന്നെ കാണുന്ന ഇബ്ലീസുണ്ട്, അവൻ നിന്നെ വഴി പിഴപ്പിക്കും, പല കുതന്ത്രങ്ങളും അവൻ ഉപയോഗിക്കും. അള്ളാഹു തന്നെ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ വലാ തത്തബിയു ഖുതുവാത്തി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. നീ ശകുത്താൻ്റെ കാൽപാദങ്ങളെ പിന്തുടരുത്, അവൻ നിന്നെ വഴികേടിലാക്കും. അള്ളാഹു പറയുകയാണ്, അള്ളാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തി മുസ്തഖീം. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെയാണ് നേരായ മാർഗത്തിലേക്ക് നയിക്കുക. നമ്മുടെ ഇൻറ്റൻഷൻ അതാണ് അള്ളാഹു നോക്കുക. നമ്മുടെ നിയത്ത്, മനസ്സിലുള്ളത് എന്താണെന്ന് അറിയുന്നവനാണ് അള്ളാഹു. അത് അള്ളാഹു പറഞ്ഞു, യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാര ഫിൽ ലൈൽ വഹുവ അലീമു ബിദാത്തി സുദൂർ. രാത്രിയെ പകലിനെ കൊണ്ട് മൂടുന്നു, പകലിനെ രാത്രി കൊണ്ട് മൂടുന്നു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വഹുവ അലീമു ബിദാത്തി സുദൂർ, അവൻ ഹൃദയത്തിലുള്ളത് അറിയുന്നവനാകുന്നു. ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ, എഴുത്തോ വായനയോ അറിയാത്ത, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വമാ കുന്തു തത്ലു മിൻ ഖബലിഹി മിനൽ കിതാബി വലാ തഹത്തുഹു ബിയമീനിക ഇദൻ ലർതാബൽ മുബ്തിലൂൻ. ഇതിനു മുമ്പ് നീ വല്ല ഗ്രന്ഥവും പാരായണം ചെയ്യുകയോ നിൻ്റെ വലതു കൈകൊണ്ട് അത് എഴുതുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ സത്യനിഷേധികൾക്ക് സംശയിക്കാമായിരുന്നു, എന്തിനാണ് അങ്ങനെ അക്ഷരജ്ഞാനമില്ലാത്തൊരു പ്രവാചകൻ അയച്ചത് എന്ന് അള്ളാഹു പറയുന്നത്. കമാ അർസൽനാ ഫീക്കും റസൂലൻ മിൻകും യത്ലു അലൈക്കും ആയാതിന യുസക്കീക്കും യുഅല്ലിമുക്കുമുൽ കിതാബ് വൽ ഹിക്മ യുഅല്ലിമുക്കും മാ ലം തകൂനു തഅലമൂൻ. നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അയക്കുക, നിങ്ങൾക്ക് ഗ്രന്ഥം പാരായണം ചെയ്തു തരുന്നതിന് വേണ്ടിയും നിങ്ങൾക്ക് തത്വജ്ഞാനം പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടിയും നിങ്ങൾക്ക് അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയത് ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയും. ചില നിസ്സാര കാര്യങ്ങൾ പോലും കൂടെയുണ്ടായിരുന്ന സ്വഹാബികൾ പ്രവാചകനോട് ചോദിക്കുമായിരുന്നു. ഉദാഹരണത്തിന്, എങ്ങനെയാണ് പ്രവാചകരെ ഉറങ്ങേണ്ടത്? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വലത് ഭാഗം തിരിഞ്ഞു കിടന്നുകൊണ്ട് കൈപ്പത്തി മുഖത്തിൻ്റെ അടിയിലാക്കിക്കൊണ്ടായിരിക്കണമെന്ന്. ശാസ്ത്രം പറയുന്നു, ഹാർട്ടിൻ്റെ നല്ല പെർഫോമൻസിന് ഇങ്ങനെ ഒരു ശീലം നല്ലതാണെന്നും അത് കാർഡിയാക് അറസ്റ്റ് കുറക്കാൻ ഒരളവ് വരെ സാധിക്കുമെന്ന് പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ഉപദേശിക്കും നൽകുന്നു. ഇതെങ്ങനെ സാധ്യമാകും എന്ന് അള്ളാഹു തന്നെ കൺഫേം ചെയ്യുകയാണ്. കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹ ഇലയ്യ. പ്രവാചകരെ പറയുക, ഞാൻ നിങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യരാകുന്നു.
എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള വഹി ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകതയാണ് ചുറ്റുപാടുകളിൽ നിന്നും കോപ്പി ചെയ്യുക എന്നത്. അങ്ങനെ കോപ്പി ചെയ്യുന്ന മനുഷ്യനോടായി അള്ളാഹു പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീഹി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് ആ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ്റെ ജീവിതം പഠിക്കണം എങ്കിൽ ഖുർആൻ മനസ്സിലാവും. ഖുർആൻ മനസ്സിലാവണമെങ്കിൽ പ്രവാചകൻ്റെ ജീവിതം പഠിക്കുകയും ചെയ്യണം. രണ്ടും ഇൻ്റർ കണക്റ്റഡുമാണ്. സൂറത്ത് തൗബ അള്ളാഹു ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസും അലൈഹി മാ അനിത്തും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീമ. തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെ ഉള്ള ഒരു ദൂതനെ നിയോഗിച്ചിരിക്കുന്നു. നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ള, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത മനുഷ്യൻ, വിശ്വാസികളോട് ദയാലുവും കാരുണ്യവാനുമായ, മാനവരിൽ മഹോന്നതനായ ആ പ്രവാചകനെ ആർ പിന്തുടരുന്നുവോ അവൻ വിജയിച്ചിരിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.